കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം ഊഴം LDF-ന്റെ ഗവൺമെന്റ് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ തന്നെ പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ മുഴുവൻ സ്വർണവും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തൊണ്ടിയായി പിടിച്ചതിലും കൂടുതൽ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് SIT തന്നെ പറയുന്നത്. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നല്ല സർട്ടിഫിക്കറ്റ് SITക്ക് കൊടുക്കുന്നുണ്ട്, നല്ല നിലയിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്നും പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ട് നിർണായകമായൊരു ക്ലൂവിലേക്ക് എത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ നല്ല സർട്ടിഫിക്കറ്റ് എന്തർത്ഥത്തിലാണ്? ഈ വിഷയത്തിലുള്ള CPM-ന്റെ നിലപാട് പാർട്ടിയും ഗവൺമെൻറ് നിലപാട് മുഖ്യമന്ത്രിയും പല തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിലും ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലയിൽ പാർട്ടി എന്നുള്ള നിലക്കോ ഗവൺമെൻറ് എന്നുള്ള നിലക്കോ ഇടപെടുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടെന്നാൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക, അതിനെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതെല്ലാം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഗൗരവമായിട്ടുള്ള ചർച്ച അല്ല ഇവിടെ നടക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരായിട്ടുള്ള അന്വേഷണം നടക്കാനിടയുണ്ട് എന്നുള്ള വാർത്തയുടെ മേലെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്, മാതൃഭൂമി ചാനൽ ഇന്നിക്കാര്യം ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാനോ LDF-ന് മാത്രമല്ല പങ്കാളിത്തം എന്ന് തെളിയിക്കാനോ അല്ല, ഏതെങ്കിലും ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ UDF-ന് പങ്കാളിത്തമുണ്ടോ LDF-ന് പങ്കാളിത്തമുണ്ടോ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതിനല്ലേ ഒരു അന്വേഷണ സംഘത്തെ വിട്ടിരിക്കുന്നത്. അവര് വല്ലതും കണ്ടെത്തി തെളിയിച്ചാൽ നമുക്ക് നോക്കാം. അതല്ലാതെ ഇപ്പോ ചാനലിൽ അന്വേഷണം നടത്തിയിട്ട് ആരൊക്കെയാണ് പങ്കാളികളെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ സമ്മതിക്കണം. ഞാൻ പറയുന്നത് മാതൃഭൂമി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഉദ്ദേശശുദ്ധിയോടെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെതിരായിട്ട് അന്വേഷണം നടക്കുന്നുള്ള വാർത്ത സാധാരണ ഒരു CPM-നെതിരായിട്ടുള്ള ഒരാൾക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കുമെന്ന് കാണികൾക്കറിയാം. നിങ്ങൾ ഇന്ന് കോൺഗ്രസ് ഇതിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനല്ല ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തു കാര്യത്തിനും നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം ഊഴം LDF-ന്റെ ഗവൺമെന്റ് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന് ചോദിച്ചോ? നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നത്. അതെ, ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ 4 പേരെ CPM-നെതിരായിട്ട് പറയാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നേ. നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ കാണികളോടെ പറയും, നിങ്ങളോടല്ല. മാതൃഭൂമിയുടെ ഉദ്ദേശം ഈ ചർച്ചയിൽ അടൂർ പ്രകാശനോ കോൺഗ്രസിനോ പങ്കുണ്ടോ എന്ന് സ്ഥാപിക്കലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യലോ അല്ല. നിങ്ങൾക്ക് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിലേക്കാണ് ചർച്ച, അല്ലാതെ വേറെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ച സ്വാഭാവികമായിട്ട് ഇപ്പോൾ CPM-ന്റെ ഒരാളുടെ പേര് ഈ നിലക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നാൽ മാതൃഭൂമിയുടെ ചർച്ച ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. മാതൃഭൂമി CPM-നെ കുറ്റപ്പെടുത്താൻ, അയാളെ കുറ്റപ്പെടുത്താൻ, അത് സ്ഥാപിച്ചെടുക്കാൻ എത്ര കാര്യമായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 3 പേരെ കൊണ്ട് അണിനിരത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ വിഷയത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഈ ഗവൺമെൻറ് ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം വേണം, ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ഗവൺമെൻറ്റാണ്. അത് വെച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചിരിക്കുന്നത്. അവരന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഗവൺമെൻറ് ഇടപെടില്ല എന്നുള്ള കാര്യം ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യലല്ല, അത്തരം കാര്യങ്ങൾ ആളെ ബോധ്യപ്പെടുത്താനല്ല. ഒരു LDF-ന്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിലടക്കം LDF-ന്റെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം ബോധ്യമാണല്ലോ. അങ്ങനെ ആയിരിക്കും അവിടെ UDF-ആണ് ഭരിക്കുന്നെങ്കിൽ, അങ്ങനെ അല്ലെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര ന്യായമായ നിലക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞത്.
നിങ്ങൾക്ക് അല്ല, ഗവൺമെന്റിനെ ന്യായത്തിന് എന്തിനാ വേണ്ടിയല്ല കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ താങ്കൾ ചർച്ച തന്നെ പറഞ്ഞു അന്യായത്തിന് വേണ്ടിയിട്ടാണ്. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്, ഞങ്ങൾക്ക് അതിൽ റോളൊന്നുമില്ല എന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ SIT സംഗതി കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ ഏത് പൗരനും അവകാശമില്ല. നിങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങള് 3 പേരെ അണിനിരത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത്. അങ്ങനെയല്ലേ പ്രകാശൻ മാഷേ? ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് ചർച്ച അവസാനിപ്പിക്കത്തക്ക നിലയ്ക്ക് ഇപ്പൊ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത് നിരോധിച്ചോ ഈ രാജ്യത്ത്? ആർട്ടിക്കിൾ 19 ഇപ്പോഴും നിലവിലില്ലേ? ഭരണഘടനയൊക്കെ നിലവിലില്ലേ? മാതൃഭൂമി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ശ്രമം നടത്തുന്നതാണ് ഈ മാതൃഭൂമി ചാനൽ എന്നത് ആർക്കറിയാതിരിക്കുന്നേ? ചോദ്യം ചോദിച്ചാൽ എങ്ങനെ അപകീർത്തിപ്പെടുത്തലാവുക? എന്ത് അപകീർത്തിയാ ഉണ്ടായത്? എന്ത് അപകീർത്തിയാ ഇപ്പൊ ഉണ്ടായത്? മാതൃഭൂമി എന്ത് അപകീർത്തിയാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ചർച്ചക്ക് ആധാരമായിട്ട് വിഷയം എന്താ? ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള. അതിൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ വിജിലൻസ് ജഡ്ജി കൊല്ലത്തിന് മുമ്പിൽ വന്നിട്ടുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലീസ് സൂപ്രണ്ട് അഡീഷണൽ ഡയറക്ടർ ശശിധരന്റെ ഈ റിപ്പോർട്ട് 1, 2 അടൂർ പ്രകാശനെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യക്തത വരുത്തിയത്. ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതല്ലേ? ഒരു മണിക്കൂർ നേരമുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ വേണ്ടി പോകുന്ന 10 മിനിറ്റോ 15 മിനിറ്റോ ആണ്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലെന്ന്. ഞാൻ മറുപടി പറയല്ലേ പ്രകാശ് മാഷേ? നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എനിക്കൊരു പ്രയാസവും ഇല്ല. നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ? അതാ ചോദിച്ചത്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇരിക്കാൻ. നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ? അല്ലെന്നല്ലോ. അല്ല, അധ്യാപകരും കുട്ടികൾ മാത്രമാണോ ചോദ്യം ചോദിക്കുക ഒരു രാജ്യത്ത്? നിങ്ങളുടെ ചോദ്യത്തിന് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യമല്ലേ? ആരോ ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ മൈക്ക് തട്ടി മാറ്റുന്നതല്ലോ. ഇന്നിപ്പോ നമ്മൾ ഇത്രയും ദൂരത്തായതുകൊണ്ട് തട്ടി മാറ്റുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ജാതി ഇതിനോടെല്ലാം CPM അനുരണനം കാണിക്കുന്നു, അതുപോലെ LDF എതിർക്കുന്നില്ല, പിണറായി വിജയൻ അതിനോട് സംസാരിക്കുന്നില്ല. ഇത് പറയാനാണ് ചർച്ച എന്നുള്ളത് മലയാളികൾക്ക് പൊതുവിൽ അറിയാം. ഇതൊന്നും പറയാനല്ലായിരുന്നു ചർച്ച. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM എന്ന നിലപാട് പറയാനാണ്. അത് പറയാൻ എനിക്ക് അവസരം വേണം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാനല്ല ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ ചർച്ച തന്നെ എന്തിനു വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ചർച്ചയിൽ പങ്കെടുക്കാനല്ല, ചർച്ച എന്തിനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങ് കോൺഗ്രസിനെ കുറിച്ചൊന്നുമല്ല. തീർച്ചയായിട്ടും എന്താ പറയണ്ടേ? ആളുകൾ പറയണ്ടേ? ശരി, അങ്ങനെ ആവട്ടെ. നിങ്ങളുടെ ചർച്ച എന്തിനു വേണ്ടിയാ മലയാളിക്ക് അത് അറിയാം. പക്ഷേ അത് കാണികളോട് പറയാൻ ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ. നിങ്ങളുടെ ചർച്ച LDFനെ ഇനിയും എങ്കിലേക്ക് കുറ്റപ്പെടുത്താൻ ചില പോയിന്റുകൾ കിട്ടുമോ നോക്കാനാണ്. അല്ലാതെ കോൺഗ്രസിനോ അടൂർ പ്രകാശിനോ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന വിഷയം വന്നിരിക്കുന്നു. ഇത് കോൺഗ്രസ് മറുപടി പറയേണ്ട വിഷയമാണ് എന്ന് പറയാനൊന്നുമല്ല. മറുപടി പറയാനുള്ള വിഷയമാണെന്ന് പറയാൻ കുറ്റപ്പെടുത്താൻ ഞാൻ അവരോട് ചോദ്യം ചോദിക്കാൻ വരെ അങ്ങ് കാത്തു നിന്നില്ലല്ലോ. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ഈ ചർച്ചയിൽ ഇതുവരെ ഒരു ചോദ്യം ചോദിക്കാൻ ഉള്ള സമയം പോലും ആയിട്ടില്ല. ആദ്യമായിട്ടാണോ? മുൻവിധിയാണ്. മാതൃഭൂമിയുടെ ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ടൊന്നല്ലോ പങ്കെടുക്കുന്നത്. ഇതിനാണ് നമ്മൾ മുൻവിധി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടൊന്നല്ലോ പങ്കെടുക്കുന്നത്. ശരി, അപ്പൊ അതാണ് മുൻവിധിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മുൻവിധിയുണ്ട്. മാതൃഭൂമി എന്ന് പറയുന്നത് LDF വിരുദ്ധ മാധ്യമമാണ്. ശരി, ആ മുൻവിധി കൊണ്ടായിരിക്കും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതും. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് നിങ്ങളുടെ പ്രവർത്തനം നോക്കുന്ന, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങളെ കാണുന്ന ഏത് മലയാളിക്കും അറിയാം മാതൃഭൂമി ഒരു LDF വിരുദ്ധ മാധ്യമമാണ്. ശരി, LDF വിരുദ്ധ വാർത്തകളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശരി, മാതൃഭൂമി ഒരു LDF വിരുദ്ധ മാധ്യമമാണെന്ന് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശം എന്തായാലും അങ്ങേക്കുണ്ട്. അതിലിപ്പോ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ശരി, അങ്ങ് അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ. വിമർശിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന, അത് തെറ്റാണെന്ന് പറയുന്ന എല്ലാവരും വിരുദ്ധരാണ്. നമ്മുടെ മുകളിലുള്ള ആളുകൾ രാജ്യദ്രോഹികൾ എന്നാ പറയുന്നത്. എന്തായാലും അതുപോലെ പറയുന്നില്ലല്ലോ, വിരുദ്ധരാണെന്നല്ലേ പറയുന്നുള്ളൂ. വിരുദ്ധത ഒരു മോശം കാര്യമൊന്നുമല്ലല്ലോ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. രാജ്യദ്രോഹികൾ എന്ന് പറയുന്നതിന് എതിർക്കുന്നവരുടെ കൂടുതലാണ് ഞങ്ങൾ. രാജ്യദ്രോഹികൾ എന്ന് പറയുന്നതിന് എതിർക്കുന്നവരുടെ കൂടുതൽ മുൻപന്തിയിൽ നമ്മളുണ്ട്. അതെ, നിങ്ങളെക്കാളേറെ. ശരി ശരി, അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ശരി, നല്ലത്, എന്നൊരു സംശയം വേണ്ട. ശരി, ഞങ്ങൾക്കെതിരായിട്ട് പറയുന്നുള്ളതുകൊണ്ട് മാതൃഭൂമിയോട് വായടപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ശരി, സംശയം വേണ്ട. ശരി, ഓക്കെ, ആയിക്കോട്ടെ. സ്വാതന്ത്ര്യത്തിന് ഇവിടെ നിലകൊള്ളുന്നവരാണ്. ശരി 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 ശരി.